ലക്ഷ്മി മോളാണോ? ഓക്കെ ഓക്കെ. ചോലയിലെ മീൻ ചാട്ടമുണ്ടു കേട്ടു. ഇതാ ഇവിടാണോ താമസം? ശബരിമല വനത്തിൽ നിന്ന് വന്നാണോ? ഗൈസ്, ഞാൻ പത്തനംതിട്ട വഴി വന്നപ്പോഴത്തേക്കും നമ്മളിപ്പം ഇത് ശബരിമലയിലേക്ക് പോകുന്ന റോഡിൽ ഈ സ്ഥലം എവിടെ ചേട്ടാ? ലാഹമഞ്ഞത്തോട്. അപ്പം അവിടെ കണ്ടൂർ ഏറുമാടമാണ്. അപ്പം ഈ കെട്ടി താമസിക്കുന്ന ചേട്ടനെയും കുടുംബത്തെയും ഞാൻ പരിചയപ്പെട്ടു. അവരുടെ കഥയുണ്ട്, നമുക്ക് പറയാം. ശബരിമല വനത്തിൽ നിന്ന് വന്നാണോ? ആണല്ലേ. നിങ്ങൾ ഇവിടെ വന്നാണോ താമസം? ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് 4 വർഷമായി. മൂന്നാമത്തെ കുട്ടിയെ ഗർഭിണിയായി താമസിച്ചിരുന്നു. അതുവരെ ഏറുമാടത്തിലായിരുന്നു. താമസിച്ചിരുന്നു. ഇത് ചവിട്ടുന്നുണ്ട്, കുഴപ്പമുണ്ട് കേട്ടോ? കുഴപ്പമില്ല. ഈർമാടത്തിൻ്റെ മേളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഇതിനകത്താണ് ഇരുന്നത്. വൈഫ് പ്രഗ്നൻ്റ് ആയപ്പോൾ ചേട്ടൻ ഇവിടെ താമസിച്ചു എന്നാണ് പറഞ്ഞത്. ന്യൂസിനകത്തൊക്കെ വന്നതാ. ഞങ്ങൾ 8 മാസം ഗർഭിണി ആയപ്പോഴത്തേക്കും എൻ്റെ പെണ്ണമ്പിള്ള ഞങ്ങളെല്ലാം കൂടെ ഷെഡ് വെച്ച് ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കും. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും 5-5:30 ആകുമ്പോൾ ഇതിന് മണ്ടയ്ക്ക് കയറി കിടക്കും. ചോലയ്ക്കരികിലേ ചെന്ന നേരം, ചോലയ്ക്കരികിലേ ചെന്ന നേരം, അയ്യോ ചതിച്ചൻ്റെ നേരപൂജ, ചേട്ടൻ്റെ പാൽക്കഞ്ഞെടുത്തിട്ടില്ലേ, ചേട്ടൻ്റെ മഴയത്ത് ഞാനിപ്പോൾ ഏറുമാടത്തിലാണ്. താഴ്വശം ഞാൻ കാണിച്ചു തരാം. അവിടെ 38 അടി കിളരമുണ്ട്. 38 അടി ഉയരത്തിലാണ് നമ്മളിത് കെട്ടിയേക്കുന്നത്. അതുകൊണ്ട് അത് താഴെയാണ്. താഴ്ഭാഗത്ത് മഴ പെയ്യുന്ന വേണം. ഇതുവഴി നോക്കിയാൽ അവിടെ ഇതാ വന്ന വഴി. ലക്ഷ്മി മോളാണോ? ഓക്കെ ഓക്കെ, ലക്ഷ്മി മോളല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. കളക്ടർ സാറൊക്കെ വന്ന് ആരോഗ്യമന്ത്രിയൊക്കെ വന്ന് ഞങ്ങളെ ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. ആണല്ലേ. ഈ മോളെ ഗർഭിണിയാകുമ്പോഴാണോ വൈഫ് ഇതിന്റെ മേളിൽ കയറി പറഞ്ഞു ഏറുമാടത്തിലല്ലേ? ടാറ്റാ.